ഹലോ ഗായ്സ്, വെൽക്കം ടു ഫീഫി ടൂർ ഡേ ഇൻ തായ്ലൻഡ് സീരീസ്. തലേ ദിവസം തന്നെ നമ്മൾ ഫീഫി ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ടോ. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് അവരുടെ വണ്ടി നമ്മുടെ ഹോട്ടലിൽ വരും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ടൂർ പാക്കേജായിട്ട് ബുക്ക് ചെയ്ത എല്ലാവരെയും നമ്മൾ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാട്ടോ കോമൺ പോയിന്റിലേക്ക് പോകുന്നത്. അവിടെയാണ് നമ്മുടെ രജിസ്ട്രേഷനും പിന്നെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവർ നമ്മളെ 3 ബാച്ചായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഓരോ വോളണ്ടിയേഴ്സിനെ അസൈൻ ചെയ്യും. അവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ട് നമ്മൾ സ്പീഡ് ബോട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫീഫി ഐലൻഡ് ടൂർ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. റിഫ്രഷ്മെന്റ്സും ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ കരുതേണ്ടത് ടവലും എക്സ്ട്രാ ഒരു ഡ്രസ്സും പിന്നെ സൺസ്ക്രീനും ആണ് കേട്ടോ. ഫീഫി ടൂർ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് സ്പീഡ് ബോട്ട് വഴിയും ഒന്ന് ലോങ് ടെയിൽ ബോട്ട് വഴിയും. സ്പീഡ് ബോട്ടാണ് കുറച്ചുകൂടി ഫാസ്റ്റും അഡ്വഞ്ചറസും കേട്ടോ. അങ്ങനെ സ്പീഡ് ബോട്ടിൽ ഒരു 1 hour ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിലെത്തും, നമ്മുടെ ബാംബു ഐലൻഡ്. നല്ല അടിപൊളി ഫോട്ടോജനിക് സീനറി ഉള്ള ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. നല്ല വൈറ്റ് സാൻഡ്സും നല്ല ക്ലിയർ വാട്ടറും ആയിട്ടുള്ള നല്ലൊരു ബീച്ചാണ് ഇത്. ബാംബു ഐലൻഡ് ബീച്ചാണ്. ഇവിടെയാണ് നമുക്ക് സ്വിം ചെയ്യാനുള്ള പെർമിഷനും ഉണ്ട് കേട്ടോ. കുറേ പേരൊക്കെ സ്വിം ചെയ്യാൻ പോയി. നമ്മൾ കുറേ കിഡിലൻ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് റിഫ്രഷ്മെന്റ്സ് ഒക്കെ ബോട്ടിൽ നിന്ന് തന്നെ തരും കേട്ടോ. സെക്കൻഡ് പോയ ലൊക്കേഷൻ എന്ന് പറയുന്നത് പീലെ ലഗൂൺ എന്ന് പറയും. ലഗൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ വാട്ടർ ബോഡിനെയാണ് പറയുന്നത്. അതായത് ലൈംസ്റ്റോൺ ക്ലിഫിനാൽ വേർതിരിക്കപ്പെട്ട നാച്ചുറൽ വാട്ടർ ബോഡി. അവിടെയാണ് നമുക്ക് സ്നോർക്കലിങ്ങിന് ബെസ്റ്റ് കേട്ടോ. അവർ ആ പോയിന്റിൽ ഒരു 1 hour നിർത്തും. നമുക്ക് സ്നോർക്കലിംഗ് ചെയ്യാം. നല്ല അടിപൊളി വ്യൂസ് ഒക്കെയാണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ പോകുന്നത് ഫീഫി ഡോൺ ഐലൻഡിലാണ്. അവിടെയാണ് നമുക്ക് ബഫറ്റ് ലഞ്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല കിടിലൻ ഫുഡായിരുന്നു കേട്ടോ. ലഞ്ചൊക്കെ കഴിച്ച് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ബോട്ട് വരും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉച്ച കഴിഞ്ഞ് നമ്മൾ ആദ്യം പോയ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മങ്കി ബേ ആണ്. സേഫ്റ്റി പർപ്പസ് കാരണം ഇവിടെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ അവർക്ക് നമ്മൾ ബോട്ടിലിരുന്ന് തന്നെ നമ്മുടെ വ്യൂവും മങ്കീസിനൊക്കെ കാണിച്ചു തരും കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ പോയത് വൺ ഓഫ് ദ ഐക്കോണിക് പ്ലേസ്, ഫീഫി ഐലൻഡ് ടൂറിന്റെ തന്നെ വൺ ഓഫ് ദ അട്രാക്റ്റീവ് ഐക്കോണിക് ബ്യൂട്ടി ആയിട്ടുള്ള മായ ബേ ബീച്ചിലോട്ടാണ്. ഇവിടെയാണ് ഒരുപാട് ഹിന്ദി ഫിലിംസും ദ ബീച്ച് എന്ന് പറഞ്ഞ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തത്. ഇവിടെ സ്വിമ്മിംഗ് റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള വൈക്കിംഗ് കേവ്സിൽ എത്തി കേട്ടോ. വൈക്കിംഗ് ഷിപ്സിനെ റിസംബിൾ ചെയ്യുന്ന ഏൻഷ്യൻ പെയിന്റിങ്സ് ഈ കേവിൽ ഉണ്ടെന്നാട്ടോ പറയുന്നത്. ഇങ്ങോട്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ബിക്കോസ് സിഫ്ലെറ്റ് എന്ന് പറഞ്ഞൊരു ബേർഡ് ഉണ്ട്. അതിന്റെ നെസ്റ്റിന്റെ ഹാർവെസ്റ്റിംഗ് ഉണ്ട്. അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ചൈനീസ് സൂപ്പിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോക്കൽ സെയിലേഴ്സിന് മാത്രമേ എൻട്രി ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ നല്ല ടയേർഡാവും. ഫീഫി ഐലൻഡ് ടൂർ എന്ന് പറഞ്ഞാൽ നല്ല ടയേർഡും ആവും. പക്ഷെ നല്ല അടിപൊളി ഒരു ഡേയും ആണ്. അപ്പോൾ ഒരു മസാജിൽ തന്നെ നമുക്ക് ഡേ അവസാനിപ്പിച്ച് വൈൻഡപ്പ് ചെയ്യാം. ബൈ ഫ്രം ട്രാഫു ടെയിൽസ്.